നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ആർക്കു വേണ്ടിയാണോ? ആരെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണോ? അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കൾ, മകൾ, ഭാര്യ, അവരെയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ രണ്ട് വാക്കുകൾ നിങ്ങളോട് പങ്കുവെക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചടങ്ങ് ക്ഷണിക്കപ്പെട്ടില്ലെങ്കിലും വരണമെന്ന് വിചാരിച്ചതിന്റെ കാരണം ഇതൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വിഷയം കൂടി ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പഹൽഗാം ടെറർ അത് സംഭവിക്കുന്ന സമയത്ത്, അതിന്റെ വാർത്തകൾ കാണുന്ന സമയത്ത്, അതിന്റെ രീതികൾ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അത് മനസ്സിലൂടെ പായിച്ച ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം അതിന്റെ മോഡസ് ഓപ്പറാൻഡായി തന്നെയാണ്. കലിമ ചൊല്ലിച്ചുകൊണ്ട്, മതം തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആളുകളെ നിഷ്ഠൂരം കൊല ചെയ്യുന്ന ഒരു അവസ്ഥ. ആ സംഗതിക്ക് നേതൃത്വം കൊടുത്ത ആശയം, ആ ആശയത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതെന്താണ് ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ നമ്മളൊക്കെ അതിലുണ്ടായിരുന്ന സമയത്ത് ഭയന്നിരുന്ന സംഗതി കുറെ കാലമായിട്ട് സിനിമകളിലൂടെയോ അതല്ലെങ്കിൽ വല്ല കഥകളിലൂടെയൊക്കെ കണ്ടിരുന്ന സംഗതി പച്ചയായിട്ട് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ, ഇത് നമ്മൾ വാൺ ചെയ്തുകൊണ്ടിരുന്നിട്ടും ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ആളുകൾ തിരിച്ചറിയാതെ പോകുന്നു, നമ്മളെ കളിയാക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് ഇന്നത് ഭീകരതയുടെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നു. അതിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ, മലയാളക്കരയിൽ നിന്ന് തന്നെ അതിന് ഇരകളും ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് പേഴ്സണൽ ആകാതിരിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ നമുക്ക് പറയാനുള്ള കാര്യം മുഴുവിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഞാനത് എഴുതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാനതൊന്ന് വായിക്കാം, ഒരു മെസ്സേജ് ആയിട്ട് ഇവിടെ വെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദരണീയരായ കുടുംബാംഗങ്ങളെ, ഭാരമുള്ള ഒരു ഹൃദയത്തോടെയാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. രാമചന്ദ്രൻ ചേട്ടന്റെ വിയോഗത്തിലുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. അതോടൊപ്പം പഹൽഗാം ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞ ഓരോ നിഷ്കളങ്ക ജീവനെയും ഞാനിവിടെ സ്മരിക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. സമാധാനവും സൗന്ദര്യവും തേടി കാശ്മീരിലെത്തിയ സാധാരണക്കാരായിരുന്നു അവർ. ആയുധങ്ങളില്ലാത്ത, ആരെയും ഭീഷണിപ്പെടുത്താത്ത പച്ചയായ മനുഷ്യർ. അതുകൊണ്ട് തന്നെയാണ് ഈ മുറിവിന് ഇത്രത്തോളം ആഴമുള്ളതും വേദന ഏറുന്നതും. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് കേവലം വിലപിക്കാനല്ല, നമ്മുടെ ഓർമ്മകൾ നമ്മുടെ ഉത്തരവാദിത്തമായി മാറണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ ദുഃഖം വ്യക്തതയായും വേദന മുൻകരുതലായും മാറണം. മനുഷ്യരെ വെറും അക്കങ്ങളായി ചുരുക്കാനാണ് ഭീകരവാദം എക്കാലവും ശ്രമിക്കുന്നത്. എന്നാൽ പരിഷ്കൃതമായ ഒരു സമൂഹം അതിന് വിസമ്മതിക്കുന്നു. പഹൽഗാം ആക്രമണം വെറുമൊരു ക്രൂരത ആയിരുന്നില്ല, കൃത്യമായി ലക്ഷ്യം വെച്ചുള്ള വെറുപ്പായിരുന്നു, മതപ്രേരിതമായ തീവ്രവാദമായിരുന്നു. അവിടെ ഭീകരർ നടപ്പിലാക്കിയ ആസൂത്രിതമായ പ്രവർത്തന രീതി നാം തുറന്ന് പറയേണ്ടതുണ്ട്. അവർ ഹിന്ദുക്കളായ പുരുഷന്മാരെ മാത്രം തെരഞ്ഞുപിടിച്ചു, സ്ത്രീകളെ അവർ ഒഴിവാക്കി. കൂട്ടത്തിലുള്ള മുസ്ലിങ്ങളെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്നതിനായി അവർ തോക്കിൻ മുനയിൽ നിർത്തി ആളുകളെ കൊണ്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. കാലങ്ങളോളം ഇത്തരം സംഭവങ്ങൾ വെറും കെട്ടുകഥകളാണെന്നും അതിശയോക്തിയാണെന്നും പറഞ്ഞ് പലരും തള്ളിക്കളഞ്ഞിരുന്നു. എന്നാൽ ഇന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലുണ്ട്. ഈ ക്രൂരതയുടെ ജീവിക്കുന്ന ഓർമ്മയാണ്, സാക്ഷ്യമാണ് ശ്രീ എൻ രാമചന്ദ്രൻ. ഒരു രാജ്യത്തെ പ്രകോപിപ്പിക്കാനും ജനങ്ങളിൽ രോഷവും പകയും കലാപങ്ങളും സൃഷ്ടിച്ച് സമൂഹത്തെ വിഭജിക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമമായിരുന്നു അത്. അവരുടെ മത സാമ്രാജ്യത്വ സ്വപ്നത്തിന്റെ രീതിയുമായിരുന്നു. ഭീകരർക്ക് വേണ്ടത് കത്തിയെരിയുന്ന ഇന്ത്യൻ തെരുവുകളായിരുന്നു. ഇന്ത്യക്ക് അതിന്റെ സമനില തെറ്റുന്നതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. എന്നാൽ ഭാരതത്തിന് അങ്ങനെ സംഭവിച്ചില്ല. നമ്മൾ കാത്ത ആത്മസംയമനം ഒരിക്കലും ഒരു ദൗർബല്യമല്ല, മറിച്ച് കാടത്തത്തോട് കാടത്തം കൊണ്ട് പ്രതികരിക്കില്ല എന്ന ഒരു മഹാസംസ്കാരത്തിന്റെ ഉറച്ച തീരുമാനമാണ്. വെടിയുണ്ടകൾ കൊണ്ട് മാത്രമല്ല നാം അവരെ പരാജയപ്പെടുത്തിയത്, അസാധാരണമായ ആത്മസംയമനം കൊണ്ടും ധാർമ്മികമായ വ്യക്തത കൊണ്ടും കൂടിയാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഭാവി തീരുമാനിക്കാൻ അവരുടെ വിദ്വേഷത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ നാം അനുവദിച്ചില്ല. എങ്കിലും ആത്മസംയമനത്തെ നാം അന്ധതയായി തെറ്റിദ്ധരിക്കരുത്. ജാഗ്രതയില്ലാത്ത സമാധാനം കേവലം ഒരു വ്യാമോഹം മാത്രമാണ്. ഭീകരവാദം ഒറ്റപ്പെട്ട ഒന്നല്ല, അതിന് പ്രത്യയശാസ്ത്രവും ശൃംഖലകളും ചിലപ്പോഴെങ്കിലും പ്രാദേശിക പിന്തുണയും ആവശ്യമാണ്. അതുകൊണ്ട് ഇരകളെ സ്മരിക്കുന്നതിനപ്പുറം ഈ ക്രൂരകൃത്യങ്ങൾക്ക് അവസരമൊരുക്കിയ സാഹചര്യങ്ങളെയും നാം തിരിച്ചറിയണം. നമ്മുടെ യഥാർത്ഥ പോരാട്ടം ഏതെങ്കിലും ഒരു സാധാരണ പൗരനോ
സമുദായത്തിനോ എതിരെയല്ല, മറിച്ച് പരിഷ്കൃത സമൂഹവും കാടത്തവും, സിവിലൈസേഷൻ വേഴ്സസ് ബാർബറിസം, അത് തമ്മിലുള്ള പോരാട്ടമാണത്. ബഹുസ്വരതയെ ദൗർബല്യമായി കാണുന്ന, മനുഷ്യ ജീവൻ എടുക്കുന്നത് ആരാധനയായി കാണുന്ന ആ ഇരുണ്ട മാനസികാവസ്ഥയാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് അന്ധമായ വിദ്വേഷമല്ല, കൃത്യതയുള്ള ചിന്തയും പ്രവൃത്തിയുമാണ് ഈ പോരാട്ടത്തിൽ നമുക്ക് ആവശ്യം. ഇനി രാമചന്ദ്രൻ ചേട്ടന്റെ കുടുംബത്തോട് 2 വാക്ക്. ഒരു പ്രസംഗത്തിനും നിങ്ങളുടെ നഷ്ടം നികത്താനാവില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും നിലനിൽക്കും. കേവലം വാർത്താ ചർച്ചകളുടെ ബഹളങ്ങളിൽ ആ ജീവൻ വിസ്മരിക്കപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് ഈ ഓർമ്മദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞയെടുക്കാം. നാം അവരെ എന്നും ഓർക്കും, അവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കും. നിരപരാധികൾക്ക് നേരെയുള്ള പ്രതികാരം നാം അനുവദിക്കില്ല. അതേസമയം കുറ്റവാളികളെ കുറിച്ചുള്ള നിശബ്ദത നാം വെടിയുകയും ചെയ്യും. ഭാരതത്തിന്റെ ഭാവി തീരുമാനിക്കാൻ ഭീകരവാദത്തെ നാം ഒരിക്കലും അനുവദിക്കില്ല. ഭീകരർ ഇന്ത്യ കത്തിയെരിയണമെന്നും ഭയം ഭരിക്കണമെന്നും ആഗ്രഹിച്ചു. എന്നാൽ ഇന്ത്യ ആത്മസംയമനത്തോടെയും ധൈര്യത്തോടെയും അവർക്ക് മറുപടി നൽകി. ആ സ്മരണകളോടെ, അന്തസ്സോടെ, ഐക്യത്തോടെ നാം ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നു. രാമചന്ദ്രൻ ചേട്ടന്റെയും മറ്റ് ഇരകളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നമ്മുടെ രാജ്യം എന്നും ജാഗരൂകരായി ആത്മസംയമനത്തോടെ സർവസജ്ജരായി നിലകൊള്ളട്ടെ. ജയ് ഹിന്ദ്.